നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വർഷങ്ങളോളം പൂട്ടിയിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത പിതാവിനെ 3 സഹോദരിമാർ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മോസ്കോ കോടതി വിചാരണ ആരംഭിച്ചതായി റിപ്പോർട്ട്. 2 വർഷം മുമ്പാണ് റഷ്യയെ ഞെട്ടിപ്പിച്ച ഈ സംഭവം ഉണ്ടായത്. മൂത്ത സഹോദരിമാരായ ക്രിസ്റ്റീന, ആഞ്ചലീന എന്നിവരെ ഒരുമിച്ചും കൊലപാതക സമയത്ത് പ്രായപൂർത്തിയായില്ലായിരുന്ന ഇളയ സഹോദരി മരിയെ പിന്നീടുമാവും വിചാരണ ചെയ്യുകയെന്ന് അഭിഭാഷകർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. എന്നാൽ ലൈംഗിക പീഡനം സഹിക്കവയ്യാതെയാണ് പെൺകുട്ടികൾ കടുംകൈ ചെയ്തതെന്ന വാദവുമായി അവരെ പിന്തുണച്ച് ഒട്ടേറെ ആളുകളാണ് രംഗത്തെത്തിയത്. അതേസമയം 2018 ജൂലൈ 27-നാണ് മോസ്കോയിലെ ഫ്ളാറ്റിന്റെ സ്റ്റെയർകേസിൽ മിഖായലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചിലും കഴുത്തിലും പലതവണ കുത്തേറ്റ പാടുകളും ഉണ്ടായിരുന്നു. പ്രതികരിക്കുക അല്ലെങ്കിൽ പിതാവിന്റെ കൈകൊണ്ട് മരിക്കുക എന്നീ 2 മാർഗങ്ങൾ മാത്രമാണ് പെൺകുട്ടിക്കുണ്ടായിരുന്നതെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയാണ്. മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു സൈക്കാട്രിക് ക്ലിനിക്കിൽ നിന്ന് മടങ്ങിയെത്തിയ മിഖായേൽ തന്റെ 3 പെൺമക്കളെയും അപ്പാർട്ട്മെന്റിൽ അണിനിരത്തി അവരുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്തുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും സഹോദരിമാരുടെ അഭിഭാഷകരും പറയുന്നത്. ഇത്തരത്തിൽ നിരന്തരമായുള്ള പിതാവിന്റെ ഈ ക്രൂരതയിൽ ആസ്മയുള്ള മൂത്ത മകൾ ക്രിസ്റ്റീനയ്ക്ക് ബോധം കെടുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ആ രാത്രിയിലായിരുന്നു ഈ 3 സഹോദരിമാർ പിതാവിനെ കൊല്ലാൻ തീരുമാനിച്ചത് പോലും. അതേസമയം ചുറ്റിക, കത്തി, പിതാവ് അവരെ നേരത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ച അതേ കുരുമുളക് സ്പ്രേ എന്നിവ ഉപയോഗിച്ച് അവർ ഉറങ്ങിക്കിടന്ന പിതാവിനെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ പിതാവാണ് ആദ്യം ആക്രമിച്ചതെന്ന് വരുത്തി തീർക്കാൻ അവർ സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു. 30ഓളം തവണ കത്തി കൊണ്ട് അയാളെ കുത്തി, ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. തുടർന്ന് ശരീരത്തിൽ കുരുമുളക് സ്പ്രേ തളിച്ചു. അയാൾ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കുകയുണ്ടായി. എന്നാൽ മരിച്ചെന്നുറപ്പായപ്പോൾ പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ച് ശാന്തമായി കാര്യം പറഞ്ഞു. പിറ്റേന്ന് അറസ്റ്റിലായ ശേഷം കൊന്നത് തങ്ങളാണെന്ന് അവർ ഏറ്റുപറഞ്ഞു. കരുതിക്കൂട്ടി കൊലപാതകം ചെയ്തു എന്ന കുറ്റമാണ് സഹോദരിമാർക്കെതിരെ ചുമത്തിയതെന്നും അന്വേഷണം പൂർത്തിയായെന്നും അന്വേഷണ കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ പിതാവിൽ നിന്ന് വർഷങ്ങളോളം ലൈംഗികവും ശാരീരികവും വൈകാരികവുമായ ഉപദ്രവം സഹിച്ചതായി അവരുടെ അഭിഭാഷകരും റഷ്യൻ പ്രോസിക്യൂട്ടർ ജനറൽ ഓഫീസും അറിയിക്കുകയായിരുന്നു. നീണ്ടതും സങ്കീർണവുമായ പ്രീ ട്രയൽ അന്വേഷണത്തിന് ശേഷം അവരുടെ വിചാരണ വെള്ളിയാഴ്ച മോസ്കോയിലെ ഒരു കോടതി മുറിയിൽ ആരംഭിക്കുകയാണ് ചെയ്തത്. 2 മൂത്ത സഹോദരിമാരായ ക്രിസ്റ്റീനയെയും ആഞ്ചലീനയെയും ഒരുമിച്ച് വിചാരണ നടത്തും. കൊലപാതകം നടക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്തവളായിരുന്നുവെങ്കിലും 18 വയസ്സ് തികഞ്ഞതിന് ശേഷം കുറ്റാരോപിതയായ മരിയെ കൊലപാതകം ചെയ്യാൻ മാനസികമായി യോഗ്യനല്ലെന്നും കൊലപാതക കുറ്റം ചുമത്തി പ്രത്യേകം വിചാരണ ചെയ്യുമെന്നും സഹോദരിമാരുടെ അഭിഭാഷകരിൽ ഒരാൾ അലക്സി ലിപ്സ്റ്റർ പറയുകയുണ്ടായി. മിഖായേൽ ചൊദര്യൻ അവരെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയതായും അവരെയും അമ്മയെയും ലൈംഗികമായി പീഡിപ്പിക്കുമെന്നും കണ്ടെത്തിയിരുന്നു. എല്ലാത്തിനും ഞാൻ നിങ്ങളെ അടിക്കും, ഞാൻ നിങ്ങളെ കൊല്ലും. ഒരു പുരുഷ സുഹൃത്തുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ച് 2018 ഏപ്രിൽ മുതൽ നിങ്ങൾ വേശ്യകളാണ്, നിങ്ങൾ വേശ്യകളായി മരിക്കുന്നുവെന്ന് അയാൾ പറയുകയുമായിരുന്നു. അവർക്ക് മറ്റു മാർഗങ്ങളില്ലെന്ന് കരുതുന്നു. പിതാവ് പെൺകുട്ടികളെ നിരാശയിലേക്ക് നയിച്ചു. അവരുടെ ജീവിതം മുഴുവൻ തുടർച്ചയായ നരകവുമായിരുന്നു. ആരോഗ്യവാനും ശാന്തനും സമ്മിലിതനുമായ ആളുകളുമായി അവരെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് സഹോദരിമാരുടെ അഭിഭാഷകരിൽ ഒരാളായ അലക്സി പാർഷിൻ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.